നമസ്കാരം. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ജോലിയും ചെയ്യാതെ സമൃദ്ധമായ വരുമാനം ഉറപ്പാക്കുന്ന കാലമാണ് വരാൻ പോകുന്നതെന്നാണ് ടെസ്ല, സ്പേസ് എക്സ് എന്നീ ഭീമൻ കമ്പനികളുടെ സ്ഥാപകനായ എലോൺ മസ്ക് പറയുന്നത്. വരും ഭാവിയിൽ ലോകത്ത് മനുഷ്യർക്ക് ജോലി ആവശ്യമില്ലാതാവുന്ന കാലമാണ് വരാൻ പോകുന്നതെന്നും അതിനൊപ്പം എല്ലാ മനുഷ്യരുടെയും കയ്യിൽ ധാരാളം വരുമാനമുണ്ടാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്ന ഈ പുതിയ ആശയപ്രകാരം തൊഴിൽ ചെയ്യാതിരുന്നാലും എല്ലാവർക്കും ഉന്നതമായ ജീവിത നിലവാരം ലഭിക്കുന്ന ഒരു സമൂഹം യാഥാർത്ഥ്യമാകുമെന്നാണ്. എഐയും റോബോട്ടിക്സും മനുഷ്യരുടെ തൊഴിൽ മേഖലയെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്ന ആശയം യാഥാർത്ഥ്യമാക്കപ്പെടുമെന്നും എലോൺ മസ്ക് വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വർക്ക് വിൽ ബി ഓപ്ഷണൽ, ദേർ വിൽ ബി യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്നാണ്. അദ്ദേഹം പറയും പ്രകാരം ഭാവിയിൽ ജോലി ചെയ്യേണ്ടത് ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും. ജീവിതം മുന്നോട്ടു പോകാൻ തൊഴിൽ അനിവാര്യമാകില്ല. റോബോട്ടുകൾക്കും കൃത്രിമ ബുദ്ധിക്കും മുന്നിൽ മനുഷ്യരുടെ ഇടപെടൽ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ലോകം നീങ്ങും. ഇക്കാലമത്രയും ലോകം യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മസ്ക് അതിനേക്കാൾ വലിയൊരു സ്വപ്നമാണ് കാണുന്നത്. അദ്ദേഹം പറയും പ്രകാരം ഇനി ബേസിക് ഇൻകം മാത്രമല്ല, ഹൈ ഇൻകം ആണ് ആളുകളെ തേടിയെത്തുക എന്നാണ്. അതിലൂടെ എല്ലാവർക്കും തങ്ങളുടെ ആവശ്യത്തെക്കാൾ ഉപരിയുള്ള വരുമാനം ലഭ്യമാകും. ഏറ്റവും മികച്ച വീടുകളും ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും ഗതാഗതവുമെല്ലാം ലഭ്യമായൊരു ലോകം അങ്ങനെ വന്നു ചേരും. എലോൺ മസ്കിന്റെ ഈ ആശയത്തിന് പിൻബലമേകുന്നത് ടെസ്ലയുടെ ശ്രദ്ധേയ റോബോട്ടിക് പദ്ധതിയായ ഒപ്റ്റിമസ് റോബോട്ടിന്റെ വികസനമാണ്. ഈ റോബോട്ടുകൾ വ്യാപകമാകുന്നതോടെ ലോകത്തിലെ തൊഴിൽ മേഖല പൂർണ്ണമായും അവ ഏറ്റെടുക്കുമെന്നാണ് മസ്ക് ആവർത്തിക്കുന്നത്. റോബോട്ടുകൾ ലോകത്തിലെ ദാരിദ്ര്യവും അതിനൊപ്പം കുറ്റകൃത്യങ്ങളും ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറയുന്നു. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലികളും ഏറ്റെടുക്കാൻ കഴിവുള്ള ഇത്തരം റോബോട്ടുകളുടെ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ അതിന്റെ ഗുണഫലങ്ങൾ മനുഷ്യന് അനുഭവവേദ്യമാകും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ സമൃദ്ധിയിലെത്തും. അതിലൂടെ എല്ലാവർക്കും ഉന്നത വരുമാനമുള്ള ജീവിതം ഉറപ്പാക്കാൻ കഴിയുമെന്നും മസ്ക് സമർത്ഥിക്കുന്നു. അതേസമയം മസ്കിന്റെ ഈ ആശയത്തെ മുഖവിലക്കെടുക്കാതെ തള്ളിക്കളയുന്ന വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. മസ്ക് പറയും പോലെ റോബോട്ടുകൾ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട തൊഴിൽ കൈവശപ്പെടുത്തുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരാകും. കാലത്തിനനുസൃതമായ പുതിയ തൊഴിൽ രൂപങ്ങൾ സൃഷ്ടിക്കാതെ ഈ മാറ്റം വന്നാൽ ലോകത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടന തകർന്നു പോകുമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. മസ്ക് പറയും പോലുള്ള സമഗ്രമാറ്റം ലോകത്ത് വരുന്നതിന് മുന്നോടിയായി അതിനായുള്ള മുന്നൊരുക്കം നടത്തണമെന്ന് മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. എലോൺ മസ്കിന്റെ പ്രവചനത്തിൽ AI സാങ്കേതിക വിദ്യയുടെയും റോബോട്ടുകളുടെയും പുതുപുത്തൻ മോഡലുകളുടെ വികസനത്തോടെ മനുഷ്യജീവിതം കൂടുതൽ എളുപ്പമാകുമെന്നാണ്. എന്നാൽ ഇതോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. മനുഷ്യൻ തൊഴിലില്ലാതെ സന്തുഷ്ടനാകുമോ എന്ന ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് തൊഴിൽ എന്നത് വരുമാനത്തിനായുള്ള ഒരു ആവശ്യം മാത്രമല്ല. മറ്റു പല കാര്യങ്ങൾക്കും തൊഴിൽ അത്യന്താപേക്ഷിതമാണ്. ജോലിയില്ലാത്ത സമൂഹത്തിൽ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ എന്തു വഴിയാകും തിരഞ്ഞെടുക്കുക? നിലവിൽ AI-യുടെയും ഓട്ടോമേഷന്റെയും വളർച്ച ലോകത്തെ തൊഴിൽ മേഖലകളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മാറ്റേണ്ടതും കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറുകയാണ്. എലോൺ മസ്ക് പറയും പ്രകാരം ഭാവിയിൽ മനുഷ്യന്റെ ദൗത്യമെന്നത് ചിന്തിക്കുക, സൃഷ്ടിക്കുക, നിയന്ത്രിക്കുക എന്നതായിരിക്കുമെന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ ദിവസേന ചെയ്യുന്ന ആവർത്തന ജോലികൾ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ്. തന്റെ ആശയത്തെ സംബന്ധിച്ച് വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയരുമ്പോഴും എലോൺ മസ്ക് തന്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് സമൃദ്ധിയുടെ കാലം സംജാതമാകുന്ന ഒരു ഭാവി സാങ്കേതിക വിദ്യയുടെ പുതുകാൽവെപ്പുകളിലൂടെ വന്നണയുമെന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. താൻ പറയുന്നത് ഒരു സ്വപ്ന ലോകത്തെക്കുറിച്ചല്ല എന്നും മസ്ക് കൂട്ടിച്ചേർക്കുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.